പറക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ അങ്ങനെ വിമാനമൊക്കെ പറത്താൻ എല്ലാവരുടെയും ആഗ്രഹം സാധ്യമാകണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് മറ്റാരുമല്ല, നമ്മുടെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരമാണ്. MLA തന്നെ ആ കഥ പറയട്ടെ. MLA എങ്ങനെയാണ് വിമാനം പറക്കുന്നതിലേക്കൊക്കെ എത്തിയത്? അല്ല, മാസങ്ങൾക്ക് മുമ്പ് US ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് MLA-മാരുടെ കൂടെ നടന്ന യാത്രയിൽ ടെക്സാസിൽ നിന്ന് കുറേ പോയിട്ട് ടൈലർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ടൈലറിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളി എന്നെ അമേരിക്കയിലെ പല സ്ഥലങ്ങളും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ഫ്ലൈ ചെയ്താലോ. പുള്ളി ആൾ പൈലറ്റാണ്. അപ്പോൾ ഫ്ലൈ ചെയ്താലോ പറഞ്ഞു. അപ്പോൾ ടൈലറിലെ എയർപോർട്ടിൽ പുള്ളിൻ്റെ പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. അപ്പോൾ കോക്പിറ്റിലിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കൗതുകമായിട്ട് എന്ന് മനസ്സിലുള്ള കാര്യം. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എനിക്കൊന്ന് കോക്പിറ്റിലിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കോക്പിറ്റിൽ മാത്രമല്ല, ഇന്ന് വിമാനങ്ങളാണ് ഓടിക്കുന്നത്. ഞാനാകെ ഞെട്ടി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് വല്ല ആഗ്രഹമുള്ള ആളാണല്ലോ, MLA അല്ലേ, ഇങ്ങോട്ട് തന്നെ വരണമെന്ന് വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം, പക്ഷെ അത് പറ്റില്ല, നിങ്ങൾ ഓടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിൻ്റെ പൈലറ്റ് ഉണ്ട്, പുള്ളി ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ ആള് എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷനായിട്ട് തന്നു. അപ്പോൾ അത് വെച്ചിട്ട് റൺവേന്ന് അങ്ങോട്ട് പൊങ്ങുന്ന വരെ പുള്ളി എടുത്തു. റൺവേന്ന് പൊങ്ങിയതിന് ശേഷം എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ ഓട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ ഓട്ടാൻ? അപ്പോൾ പറഞ്ഞു ഈ ലിവർ പിന്നെ എൻ്റെ ഓട്ടോറിക്ഷൻ്റെ നമ്മുടെ ഹാൻഡിൽ പോലത്തെ ഓട്ടോറിക്ഷ നമ്മൾ ഈ താമരശ്ശേരി ചുരന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മുഴുവൻ ആ ഓട്ടോ ആണ്. അപ്പോൾ ആ ഓട്ടോൻ്റെ ലിവർ മേലേക്ക് പൊക്കുമ്പം വിമാനം ഫ്ലൈ മേലേക്ക് ഹൈറ്റിലേക്ക് പൊങ്ങും. അപ്പോൾ ഞങ്ങൾ ക്ലൗഡിൻ്റെ ഒക്കെ മേലെ കൂടി ഞാൻ വിമാനം പറത്തി. അപ്പോൾ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇത് വണ്ടി ഓടിക്കുന്നവനേക്കാൾ വലിയ ആശങ്കയിൽ ഇരിക്കുന്നവരാണ്. കയറി കുടുങ്ങി എന്നുള്ള നിലക്കായി കൂടി ഇരുന്ന ആൾക്കാർ അവസാനം അവർ ഇറങ്ങുമ്പം പറഞ്ഞു ജീവൻ തിരിച്ചു കിട്ടിയോ, നല്ല മഹാത്ഭുതമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും MLA-ക്ക് ഒരു ആത്മധൈര്യം നിശ്ചയദാർഢ്യം ഒക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് എല്ലാം വിചാരിക്കല്. അതും അങ്ങനെ തന്നെ. പിന്നെ അല്ല, നമ്മളൊരു മലപ്പുറം സ്റ്റൈലിൽ നമ്മൾ മലപ്പുറം സ്റ്റൈലിൽ പിടിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആർക്കും വിമാനം ഓടിക്കുക എന്നുള്ളതാണ്. അതെ അതെ, അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടി ഒരു ഓട്ടോ ഓട്ടുന്ന കൗതുകത്തിൽ വിമാനം പറത്തി വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം MLA അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. തത്സമയം അരുൺ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ വൈകി പോയല്ലേ അരുണേ? ഈ ഓട്ടോ ഓടിക്കുന്ന ആർക്കും ഒരു വിമാനം പറത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ നമ്മളൊന്ന് ശ്രമിച്ചേനെ. ഈ നജീബ് കാന്തപുരം MLA ഈ വിശേഷങ്ങൾ പറയുന്നത് തന്നെ വളരെ രസകരമായാണ്, വളരെ കൗതുകത്തോടെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ആ നർമ്മത്തിലൂടെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് അത് കേൾക്കാൻ തന്നെ. അതായത് പുള്ളിയുടെ ഒരു അനുഭവമാണ്, ചെറിയൊരു അനുഭവം, കൗതുകം ഉണർത്തുന്നതാണെങ്കിൽ പോലും പുള്ളിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത, ആദ്യമായി അനുഭവിച്ച ഒരു അനുഭവം. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതായത് പുള്ളിയുടെ സുഹൃത്ത് മുഖേനയാണ് പുള്ളി അമേരിക്കയിൽ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് നമുക്ക് ഒന്ന് പറന്നു വന്നാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവരുടെ സ്വകാര്യ വിമാനത്തിൽ പറക്കുന്നു, കോക്പിറ്റിലെത്തുന്നു. അവിടെ നിന്ന് ഈ പൈലറ്റാണ് ആദ്യം ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറയുന്നു. കോ പൈലറ്റിൻ്റെ റോളാണ്. അങ്ങനെ പിന്നീട് ഇനി നിങ്ങളങ്ങ് പറത്തിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുള്ള പരിചയം വെച്ച് ഞാൻ വിമാനം ഓടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു രസകരമായിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യത്തിൽ ഉൾപ്പെടെ കാണാം, വളരെ ആസ്വദിച്ചാണ് അദ്ദേഹം ആ വിമാനത്തിനുള്ളിൽ ഇരിക്കുന്നത്. അത് രസകരമായ ഒരു അനുഭവമാണ്. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു കൗതുകവും ഇത്തരത്തിൽ ഒരു നർമ്മമൊക്കെ തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. പക്ഷേ ഒരു വലിയൊരു ആഗ്രഹം സഫലമായി, അതറിയാതെ തന്നെ ജീവിതത്തിൽ ഒരു ആഗ്രഹം സഫലമായി മാറിയതിന്റെ നിർവൃതിയാണ് എന്തായാലും നജീബ് കാന്തപുരം MLA-ക്കുള്ളത്. അങ്ങനെ ഒരു അവസരം എല്ലാ മനുഷ്യർക്കും ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ MLA പറഞ്ഞതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ അതുകൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.